2009 ഒരു പുരസ്കാര ചടങ്ങ്. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടും അപമാനിതയായി വേദി വിടേണ്ടി വന്ന 19കാരി. അവിടെ നിന്ന് ലോക സമ്പദ്ഘടനയെ പോലും സ്വാധീനിക്കാൻ കരുത്തുള്ളവളായി മാറിയ പോപ്പ് ഗായികയായി. ആ പേര് കേൾക്കാത്തവർ ചുരുക്കമാണ്. ടൈലർ ആലിസൺ സ്വിഫ്റ്റ് എന്ന ടൈലർ സ്വിഫ്റ്റ്. പ്രശസ്തിയുടെ കൊടുമുടികൾ ഒറ്റയ്ക്ക് താണ്ടിയ ടൈലറിന്റെ കഥ ആർക്കും പ്രചോദനമാകും. 2006 ടിം മഗ്രോ എന്ന ഗാനത്തിലൂടെയാണ് ടൈലർ പോപ്പ് സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത്. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ എല്ലാ സിംഗിളും സൂപ്പർ ഹിറ്റുകളായി, പുരസ്കാരങ്ങളും തേടിയെത്തി. 2009 MTV VMA പുരസ്കാര ചടങ്ങ്. ടൈലർ സ്വിഫ്റ്റും അവരുടെ ആരാധകരും സംഗീത പ്രേമികൾ പോലും മറക്കാനിടയില്ലാത്ത ഒരു രാത്രി. യു ബിലോങ് വിത്ത് മീ എന്ന ഗാനത്തിന് പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയതായിരുന്നു ടൈലർ. പുരസ്കാരം സ്വീകരിച്ച ടൈലർ നന്ദി പറയാൻ തുടങ്ങി. പൊടുന്നനെ വേദിയിലേക്ക് ഒരാൾ ചാടിക്കയറി മൈക്ക് തട്ടിയെടുത്തു. കാനി വെസ്റ്റ് എന്ന അമേരിക്കൻ റാപ്പറായിരുന്നു അത്. ടൈലർ ഈ പുരസ്കാരത്തിന് അർഹയല്ലെന്നും ബിയോൺസെയാണ് എക്കാലത്തെ മികച്ച ഗായികയെന്നും പ്രഖ്യാപിച്ചു. പകച്ചുനിന്ന ടൈലർ കണ്ണീരോടെ വേദി വിട്ടു. കണ്ണീരോടെ വേദി വിട്ട ടൈലർ പക്ഷേ തളർന്നില്ല. സ്വയം എഴുതി സംഗീതം നൽകിയ പാട്ടുകളുമായി പോപ്പ് സംഗീത ലോകത്ത് ചുവടുറപ്പിച്ചു. പതുക്കെ പതുക്കെ സംഗീത പരിപാടികളുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്. പോപ്പ് സംഗീത മേഖലയിലെ ടോപ്പ് ബ്രാൻഡായി സ്വിഫ്റ്റ് മാറാൻ അധിക കാലമെടുത്തില്ല. മിഡ്നൈറ്റ് എന്ന ആൽബത്തിലൂടെ കഴിഞ്ഞ ഗ്രാമിയിൽ ആൽബം ഓഫ് ദി ഇയർ 4ാം തവണയും സ്വന്തമാക്കുന്ന ഏക പോപ്പ് താരമായി ടൈലർ മാറി. കഴിഞ്ഞ വർഷം പേഴ്സൺ ഓഫ് ദി ഇയറായി ടൈംസ് തിരഞ്ഞെടുത്തതും സ്വിഫ്റ്റിനെ തന്നെ. ഗായകർ അപൂർവമായി എത്തിപ്പെടാറുള്ള ബിൽബോർഡ് പവർ 100 പട്ടികയിൽ ഈ വർഷം 1ാം സ്ഥാനത്തുള്ളതും സ്വിഫ്റ്റ് തന്നെയാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ വിമർശനങ്ങളും കുറവായിരുന്നില്ല. ടൈലറിന്റെ ഗാനങ്ങളെല്ലാം മുൻ പ്രണയബന്ധങ്ങളെ കുറിച്ചുള്ളതാണെന്നായിരുന്നു വലിയ വിമർശനം. എന്നാൽ ഈ ഗാനങ്ങളെല്ലാം തന്നെ കോടികൾ സ്വന്തമാക്കിയെന്നുള്ളതാണ് സത്യം. വെറും 18 കൊല്ലം കൊണ്ട് ഒരു പോപ്പ് ഗായികയ്ക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും വലിയ ഉയരത്തിലാണ് സ്വിഫ്റ്റ്. ബിയോൺസിയോട് കടപിടിക്കുന്ന മറ്റൊരാളില്ലെന്ന് വിധിയെഴുതിയ സംഗീത ലോകത്താണ് സ്വിഫ്റ്റ് അവരുടെ മുന്നിൽ അവർക്കും മുകളിലെത്തിയത്. മുകളിലെന്ന് പറഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന അത്രയും ഉയരത്തിൽ. ടൈലറിന്റെ ഇറാസ് ടൂർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകിയത് $5.7 ബില്യൺ ആണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടിക്കറ്റ് നിരക്ക് മാത്രമല്ല, യാത്രാ ചെലവ്, ഹോട്ടൽ, ഭക്ഷണം, വസ്ത്രം എന്നിങ്ങനെ ടൈലറിന്റെ ആരാധകർ ടൈലറിന്റെ ഒരു ഷോയ്ക്ക് മാത്രമായി ചിലവാക്കുന്നത് 772 കോടി രൂപയാണ്. ഇറാസ് ടൂർ പര്യടനത്തിന്റെ അവസാനത്തോടെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ടൈലറിലൂടെ ലഭിക്കുന്നത് $5.7 ബില്യൺ ആണ്. അതായത് 47,291 കോടി രൂപ. അമേരിക്കൻ പോപ്പ് ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ ഷോയും ഇതോടെ ഇറാസ് ടൂർ ആയി മാറി. ഇറാസ് ടൂർ വൻ വിജയമായതോടെ ടൈലറിന്റെ ആസ്തി 8,300 കോടിയായി ഉയർന്നതായാണ് റിപ്പോർട്ട്. ടൈലറിന്റെ വേൾഡ് ടൂറിനായി ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. സ്വിഫ്റ്റിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് വിൽപ്പനയിലുണ്ടാകുന്ന കുതിരക്കച്ചവടം തടയാൻ ബ്രസീലിൽ ടൈലർ സ്വിഫ്റ്റ് എന്ന പേരിൽ നിയമം പോലും പാസാക്കി. ഒരു സാധാരണ പെൺകുട്ടി രാജകുമാരിയായി മാറുന്ന നാടോടി കഥകളിലെ പോലെ അത്ഭുതപ്പെടുത്തുന്നതാണ് ടൈലറിന്റെ വളർച്ച. ഏതൊരു വ്യക്തിയെയും സ്വപ്നം കാണാനും ഉയരങ്ങൾ കീഴടക്കാനും പ്രേരിപ്പിക്കുന്ന ജീവിതം. ടൈം മാഗസിൻ എഴുതിയതുപോലെ അവരുടെ കഥയുടെ രചയിതാവും നായികയും അവർ തന്നെ.